نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി കാത്തുസൂക്ഷിച്ചുകൊണ്ട് ഭയഭക്തിയോടെയുള്ള ജീവിതത്തിനു വേണ്ടി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്, ഗൗരവപൂർവ്വം വസിയ്യത്ത് നൽകുകയാണ്. അല്ലാഹുവിന്റെ ദീനനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുന്ന നല്ലവരായ ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അവന്റെ സ്വർഗത്തിന് അർഹരായിത്തീരുന്ന മഹാഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മയെല്ലാം ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ സമൂഹത്തെ സൃഷ്ടിക്കുകയും ആ മനുഷ്യന് ഇണകളെ നിശ്ചയിച്ചു കൊടുക്കുകയും അതിലൂടെ തലമുറകളുടെ കൃത്യമായ നിലക്കുള്ള ഉൽപാദനം നടക്കുകയും ബന്ധങ്ങളും രക്തബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും വിവിധ രൂപത്തിലുള്ള സ്നേഹബന്ധങ്ങളുമെല്ലാം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തുകൊണ്ട് അവയെ എല്ലാം കണിശമായി നിലനിർത്തുവാൻ കൂടി അല്ലാഹു തആല കൽപ്പിച്ചിരിക്കുകയാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഒരുപാട് ബന്ധങ്ങൾ നിലനിർത്താനുണ്ട്. ഏതൊരു മനുഷ്യനും തന്റെ പിതാവ് മാർഗത്തിലൂടെയുള്ള ഒട്ടേറെ ബന്ധുക്കൾ ഉണ്ടാകും. മാതാവിന്റെ മാർഗത്തിലൂടെയുള്ള ഒട്ടേറെ ബന്ധുക്കൾ ഉണ്ടാകും. ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് ബന്ധങ്ങൾ വളരെയേറെ ചുരുങ്ങി വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ ബന്ധങ്ങളെ വിശാലമാക്കുവാനും വളർത്തുവാനും ഊട്ടിയുറപ്പിക്കുവാനും സുദൃഢമാക്കുവാനും ഒക്കെയുള്ള മാർഗങ്ങൾ ഏറെ മനുഷ്യന്റെ മുമ്പിൽ ഉണ്ടായിട്ടും മുമ്പ് കാലങ്ങളിൽ ഉണ്ടായിരുന്നത്ര സ്നേഹബന്ധങ്ങളും ഊഷ്മളമായ ഐക്യങ്ങളുമൊന്നും ഇന്ന് സമൂഹത്തിൽ കാണാതെ പോവുകയാണ്. എത്രത്തോളമെന്ന് ചോദിച്ചാൽ പലർക്കും അവരവരുടെ കുടുംബ ബന്ധങ്ങൾ എവിടെയൊക്കെ ചിന്നിച്ചിതറി കിടക്കുന്നു എന്ന് പോലും അറിയില്ല. നമ്മുടെ മുൻഗാമികൾ അവരോട് ചോദിച്ചാൽ അവർ കുറെ ആളുകളെ എണ്ണി പറയുമായിരുന്നു.
ഇതെന്റെ ഉപ്പാപ്പയുടെ ബന്ധത്തിലുള്ള അല്ലെങ്കിൽ വാപ്പയുടെ ബന്ധത്തിലുള്ള അല്ലെങ്കിൽ ആ വഴിക്കുള്ള കുറെ കുടുംബങ്ങളെ അവർക്ക് മനസ്സിൽ അവർ കാത്തു സൂക്ഷിച്ചിരുന്നു. ഉമ്മ വഴിക്കുള്ള കുറെ ബന്ധങ്ങളെ അവർ എണ്ണിപ്പറഞ്ഞ് പുതിയ തലമുറക്ക് പരിചയപ്പെടുത്തി കൊടുത്തിരുന്നു. ഇന്ന് കാലം മാറി. അണുകുടുംബം എന്ന് പറയപ്പെടാവുന്ന നിലക്ക് ഒരു ഭാര്യയും ഭർത്താവും അല്പം കുഞ്ഞുങ്ങളും എന്നിടത്തേക്ക് കാര്യങ്ങൾ ചുരുങ്ങിയപ്പോൾ ബന്ധങ്ങൾ അതിനപ്പുറം ഒരു കുട്ടിക്ക് തന്റെ ഉപ്പയെയും ഉമ്മയെയും അറിയും എന്നതല്ലാതെ ആ ഉപ്പയുമായി ബന്ധമുള്ള കുടുംബ ബന്ധങ്ങൾ നാടിന്റെ ഏതെല്ലാം ഭാഗങ്ങളിൽ ചെതറിക്കിടക്കുന്നു. ഉമ്മയുമായി ബന്ധമുള്ള ആ ബന്ധത്തിന്റെ കണ്ണികൾ എവിടെയെല്ലാം കിടക്കുന്നു. ഇന്നത്തെ പുതുതലമുറക്ക് ഇത് വളരെയേറെ അജ്ഞാതമായി കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് തഅല്ലമൂ മിൻ അൻസാബികും മാ തസിലൂന ബിഹി അർഹാമകും, നിങ്ങളുടെ ബന്ധങ്ങളെയൊക്കെ നിങ്ങൾ പഠിക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ബന്ധങ്ങൾ എവിടെയൊക്കെയാണുള്ളത്, ആരൊക്കെയാണ് നമ്മുടെ ബന്ധുക്കൾ, ആരൊക്കെയാണ് നമ്മുടെ കുടുംബങ്ങൾ അറിയണം എന്നാണ്. അതറിയുന്നത് കേവലം അതിനെ സംബന്ധിച്ച് പഠിച്ചു വെക്കാനല്ല. മാ തസിലൂന ബിഹി അർഹാമകും, നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ നിങ്ങൾ അത് മുഖേന ചേർത്ത് നിലനിർത്തുവാൻ വേണ്ടിയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന കാലഘട്ടത്തിൽ അറേബ്യൻ സമ്പ്രദായം അനുസരിച്ച് അന്ന് തന്നെ കുറെ ഉപ്പാപ്പമാരുടെ പേരൊക്കെ അവർക്ക് അറിയാമായിരുന്നു. ഇന്ന് നമുക്ക് നമ്മുടെ ബാപ്പ, അത് കഴിഞ്ഞാൽ ഉപ്പാപ്പയുടെ പേര് പോലും അറിയാത്ത പേരമക്കൾ, അവിടുന്ന് അങ്ങോട്ട് തീരെ അറിയാത്ത ആളുകൾ, ബന്ധങ്ങൾ ആരൊക്കെ, എവിടെയൊക്കെ, ഏതെല്ലാം നാടുകളിൽ, ഏതെല്ലാം സ്ഥലങ്ങളിൽ അറിഞ്ഞുകൂടാ. അതറിയണം. അതറിഞ്ഞാലുള്ള മഹത്വം. എന്നിട്ട് അവരുമായൊക്കെ നിങ്ങൾ ബന്ധം സ്ഥാപിക്കണം. ആ സിലത്തുർ റഹ്മ, കുടുംബ ബന്ധം നിങ്ങൾ മുറിക്കാതെ നിലനിർത്തി ചേർത്ത് പരിപോഷിപ്പിച്ചുകൊണ്ടിരിക്കണം എന്നാണ് ഇസ്ലാം വളരെ കൃത്യമായി തന്നെ പറയുന്നത്. ആളുകളെ അറിയാനും പരസ്പരം പെരുമാറാനും സ്നേഹിക്കാനും ബന്ധപ്പെടാനുമൊക്കെയാണ് ഗോത്രനാമങ്ങളും കുടുംബനാമങ്ങളുമൊക്കെ അള്ളാഹു നിശ്ചയിച്ചത് എന്ന് മനുഷ്യ സമൂഹത്തിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞിടത്ത് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസാ, നിങ്ങളെ ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നും നാം സൃഷ്ടിച്ചു. വജഅൽനാകും ശുഊബൻ വഖബായില, നിങ്ങളെ വ്യത്യസ്ത ഗോത്രങ്ങളും കുടുംബങ്ങളുമൊക്കെയാക്കി തിരിച്ചത് ലിതആറഫൂ, നിങ്ങൾ പരസ്പരം അറിയാനാണ്. അപ്പൊ അറിയണം. അറിഞ്ഞാൽ പോരാ, ബന്ധം നിലനിർത്തണം. ആ നിലക്ക് അടുത്തതും അകന്നതുമായ ബന്ധങ്ങളെ തേടിപ്പിടിച്ച് അത് നിലനിർത്തുവാനാണ് മുസ്ലിമീങ്ങൾ ശ്രമിക്കേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ബന്ധങ്ങളൊന്നുമില്ലാത്ത, ബന്ധുക്കളൊന്നുമല്ലാത്ത സാധാരണ വിശ്വാസികൾക്കിടയിൽ പോലും ഇസ്ലാം പറഞ്ഞ സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും രഞ്ജിപ്പിന്റെയും കാരുണ്യത്തിന്റെയും ഉപമ തറൽ മുഅ്മിനീന ഫീ തറാഹുമിഹിം വതവാദ്ദിഹിം വതആതുഫിഹിം കമസലിൽ ജസദ് ഇദാ ഇശ്തകാ ഉദ്വൻ തദാഅ ലഹു സായിറു ജസദിഹി ബിസ്സഹരി വൽ ഹുമ്മ. റവാഹുൽ ബുഖാരി റഹിമഹുല്ലാഹ്. സത്യവിശ്വാസികളെ നിനക്ക് കാണാം, അവരുടെ പരസ്പരമുള്ള ഒരുമ, പരസ്പരമുള്ള സ്നേഹം, പരസ്പരമുള്ള കാരുണ്യം, ഇതിലൊക്കെ അവരേതുപോലെയാണ് കമസലിൽ ജസദ്, ഒരൊറ്റ ശരീരം പോലെ, ഒരു ബോഡിയിലുള്ള വ്യത്യസ്തങ്ങളായ എല്ലുകളും സന്ധികളും ഞരമ്പുകളുമൊക്കെ പോലെ. ഇതസ്തകാവുവൻ, ആ ബോഡിയിൽ നിന്ന് ഏതെങ്കിലും ഒരു ഭാഗത്തിനൊരു അവയവത്തിന് വല്ല കേടും വല്ല രൂപത്തിലുള്ള പോരായ്മയും വന്നാൽ തന്നെ തദാഅലഹു സായിറു ജസദിഹി, അവന്റെ ബോഡി മുഴുവനും അതറിയുന്നു. ഒരു ചെറുവിരലിന് എന്തെങ്കിലും സംഭവിച്ചാൽ അത് ബോഡി മുഴുവൻ അറിയുന്നുണ്ട്. ബിസ്സഹരി വൽ ഹുമ്മ, ഉറങ്ങാൻ കഴിയുന്നില്ല ചിലപ്പോ. അതുപോലെ തന്നെ പനി ശരീരത്തിന് മുഴുവൻ ബാധിച്ച് എന്നത് അറിയാണ്, ഒരു ഭാഗത്തൊരു മുറിവുണ്ട്. ഇത് ബന്ധമൊന്നുമില്ലാത്ത കേവലം എല്ലാ വിശ്വാസികൾക്കും ഇടയിലാണ് പറഞ്ഞതെങ്കിൽ അല്ലാഹു തആല പ്രത്യേകം കാത്തു സൂക്ഷിക്കാനും ചേർക്കാനും നിലനിർത്താനും പറഞ്ഞ യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കണം. അവനാണ് നിങ്ങളെ പടച്ചവൻ. അതിൽ നിന്ന് തന്നെ അവൻ നിങ്ങൾക്ക് ഇണകളെയും സൃഷ്ടിച്ചു തന്നു. അതിലൂടെ അല്ലാഹു ധാരാളം സ്ത്രീ പുരുഷന്മാരെ ലോകത്തുണ്ടാക്കി തീർത്തു. എന്നിട്ട് അല്ലാഹു പറയുന്നു വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. അല്ലദീ തസാഅലൂന ബിഹി, ആ റബ്ബിന്റെ പേരിലാണ് നിങ്ങൾ പരസ്പരം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞ ഉടനെ റബ്ബ് പറഞ്ഞു വല്ലർഹാം, കുടുംബ ബന്ധങ്ങളെയും നിങ്ങൾ സൂക്ഷിക്കണേ.
കുടുംബ ബന്ധങ്ങളെയും നിങ്ങൾ സൂക്ഷിക്കണേ. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ, നിശ്ചയമായും അല്ലാഹു നിങ്ങളുടെ മേൽ നിരീക്ഷകനായിട്ട് എപ്പോഴുമുണ്ട്. അല്ലാഹു ഓർമ്മപ്പെടുത്തി സൂറത്തുൻ നിസായിലെ 1-ാമത്തെ ആയത്താണ് നിങ്ങൾ കേട്ടുകഴിഞ്ഞത്. അപ്പൊ സഹോദരന്മാരെ, നമ്മുടെ ഈമാനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. നമ്മൾ മനസ്സിലാക്കൽ പലരും നിസ്കരിച്ചാൽ മതി, നോമ്പ് നോറ്റാൽ മതി, സക്കാത്ത് കൊടുത്താൽ മതി എന്ന് മാത്രമല്ല. ഇസ്ലാം എന്ന് പറയുന്നത്, ഈമാൻ എന്ന് പറയുന്നത്, അതിന്റെ പൂർത്തീകരണത്തിന് ആവശ്യമായ ഒട്ടേറെ കാര്യങ്ങൾ ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറഞ്ഞു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയസിൽ റഹിമഹു. ആര് അല്ലാഹുവിലും പരലോകത്തിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ, നിനക്ക് അല്ലാഹുവിൽ വിശ്വാസമുണ്ടോ, പരലോകം വരാനുണ്ടെന്ന ബോധമുണ്ടോ എങ്കിൽ ഫൽയസിൽ റഹിമഹു, അവൻ തന്റെ കുടുംബ ബന്ധങ്ങൾ ചേർത്തുകൊള്ളട്ടെ. കുടുംബബന്ധം ചേർക്കുന്നവനെ ഈമാനുള്ളൂ. അപ്പൊ കുടുംബബന്ധം ചേർക്കൽ ഈമാനിന്റെ ഭാഗമാണ്. കുടുംബബന്ധം ചേർത്തവനോടെ അള്ളാഹു ബന്ധം ചേർക്കുകയുള്ളൂ. അത് വിച്ഛേദിച്ചവനോട് അള്ളാഹുവും ബന്ധം വിച്ഛേദിച്ചു കളയുമെന്ന് ധാരാളം ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു തആല പ്രത്യേകം എടുത്തു പറഞ്ഞു, സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണേ, അള്ളാഹു സൃഷ്ടിപ്പ് പൂർത്തിയാക്കിയതിന്റെ ശേഷം കുടുംബബന്ധം എഴുന്നേറ്റ് നിന്നുകൊണ്ട് അള്ളാഹുവിനോട് പറഞ്ഞു, അള്ളാഹുവേ, എന്നെ മുറിച്ചു കളയുന്നവരുടെ കാര്യത്തിലുള്ള കാവൽ ചോദിക്കുന്ന സന്ദർഭമാണിത് എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു കുടുംബബന്ധത്തോട് ചോദിക്കുകയാണ്, അമാ തർദൈന, നീ തൃപ്തിപ്പെടുന്നില്ലയോ, അൻ അസില മൻ വസലകി, നിന്നെ ചേർക്കുന്നവരോട് ഞാനും ബന്ധം ചേർക്കും, നിന്നോടുള്ള ബന്ധം വിച്ഛേദിക്കുന്നവനോട് ഞാനും ബന്ധം വിച്ഛേദിക്കും. അതുപോലെ അതെ റബ്ബേ, അത് മതി എങ്കിൽ ഫഹുവലക്കി, അത് നിന്റെ അവകാശമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വളരെ ഗൗരവമായ വിഷയമാണത്. കുടുംബബന്ധം ചേർക്കുന്നവനോട് അല്ലാഹുവിങ്കൽ നിന്നവന്റെ ബറക്കത്തുണ്ടാവുകയുള്ളൂ. കുടുംബബന്ധം മുറിച്ചു കളയുന്നവനോട് റബ്ബും വിച്ഛേദം നടത്തും, ബന്ധം മുറിച്ചു കളയും. സ്വർഗപ്രവേശനത്തിന്റെ മാനദണ്ഡമായി കൂടി ചില ഹദീസുകളിൽ നമുക്കിത് കാണാൻ സാധിക്കും. ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യാ അയ്യുഹന്നാസ് അഫ്ശുസ്സലാം വഅത്ഇമുത് തആം വസിലുൽ അർഹാം വസല്ലൂ ബില്ലൈൽ വന്നാസു നിയാം തദ്ഖുലുൽ ജന്നത ബിസലാം. ജനങ്ങളെ, നിങ്ങൾ സലാമിന്റെ പ്രചാരകരാവണം, നിങ്ങൾ സലാം പ്രചരിപ്പിക്കണം, വിശക്കുന്നവന് നിങ്ങൾ ഭക്ഷണം കൊടുക്കണം, വസിലുൽ അർഹാം, കുടുംബബന്ധങ്ങളെ നിങ്ങൾ മുറിച്ചു കളയാതെ അത് നിലനിർത്തി ചേർത്ത് മുന്നോട്ട് പോകണം, വസല്ലൂ ബില്ലൈലി വന്നാസു നിയാം, ആളുകളൊക്കെ ഉറങ്ങിക്കിടക്കെ എഴുന്നേറ്റ് നിസ്കരിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ രാത്രിയിൽ നിസ്കരിക്കണം. ഇതൊക്കെ ചെയ്താൽ തദ്ഖുലുൽ ജന്നത ബിസലാം, സുരക്ഷിതമായി നിങ്ങൾക്ക് സ്വർഗത്തിലേറാം, സുരക്ഷിതമായി നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അബൂ അയ്യൂബിൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ജാഅ റജുലുൻ ഇലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ഒരാൾ റസൂലുള്ളാഹിന്റെ സമീപത്തേക്ക് കയറി വന്നുകൊണ്ട് പറയുന്നു, ദുല്ലനി അലാ അമലിൻ അമലുഹു യുദ്നീനി മിനൽ ജന്നതി വയുബായിദുനി മിനൻ നാർ. പ്രവാചകരെ, സ്വർഗത്തിലേക്ക് എന്നെ നന്നായി അടുപ്പിക്കുകയും നരകത്തിൽ നിന്ന് എന്നെ അകറ്റിത്തരുകയും ചെയ്യുന്ന ഒരു അമലിനെ കുറിച്ച് എനിക്ക് അറിയിച്ചു തന്നാലും. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഒരു സഹാബി ആവശ്യപ്പെട്ടപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഅബുദുല്ലാഹ ലാ തുശ്രികു ബിഹി ശൈആ വതുഖീമുസ് സ്വലാ വതുഅതിസ് സകാ വതസിലു ദാ റഹിമക. കണ്ടോ, അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം നീ, അവനിൽ ഒന്നിനെയും പങ്കു ചേർക്കരുത്. തൗഹീദിന്റെ ഏറ്റവും പ്രാധാന്യം ശിർക്കിന്റെ ഗൗരവം പറഞ്ഞു. അതിനോട് ബന്ധപ്പെടുത്തി പറഞ്ഞു, വതുഖീമുസ് സ്വലാ, നീ നമസ്കാരം കൃത്യമായി നിലനിർത്തണം, വതുഅതിസ് സകാ, സകാത്ത് നീ കൃത്യമായി കൊടുത്തു വീട്ടണം. അതിന്റെ കൂടെ എണ്ണിപ്പറഞ്ഞു, വതസിലു ദാ റഹിമക, നിന്റെ കുടുംബ ബന്ധങ്ങൾ അറിഞ്ഞുകൊണ്ട് നീ അത് ചേർക്കുകയും ചെയ്യണം. കുടുംബബന്ധം ചേർക്കണം. ഏതിനോടാ ചേർത്ത് പറഞ്ഞത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്, നിസ്കാരം, സക്കാത്ത്, ഇതിനോടൊക്കെ ബന്ധപ്പെടുത്തിയിട്ടാണ് കുടുംബബന്ധം ചേർക്കൽ പറഞ്ഞത്. എല്ലാ കാര്യത്തിലും വളരെ ഉഷാറാണ്. കുടുംബത്തെ തീരെ നോക്കൂല, ഒരു ബന്ധവും സ്ഥാപിക്കൂല, എപ്പോഴും പ്രശ്നങ്ങളും വഴക്കും ബഹളവും, അവനവന്റെ താൻ പോരിമയും, അതുപോലെ തന്നെ പൊങ്ങച്ചവും അസൂയയും അഹങ്കാരവും, ഒരാവശ്യവുമില്ലാതെ വ്യക്തി വൈരാഗ്യവും എല്ലാം കൊണ്ട് നിറഞ്ഞ് കുടുംബങ്ങൾ തമ്മിൽ കീറി എപ്പോഴും 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 പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെയായിക്കൊണ്ട് നീങ്ങുന്നവൻ.
ശരിയല്ലാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. ഈമാൻ പൂർണ്ണമാവൂല, സ്വർഗപ്രവേശനത്തിന് തടസ്സമാണ്, ഇസ്ലാം പൂർണ്ണമാവൂല. ഇതൊക്കെ പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഈ ഉപദേശം കേട്ടപ്പോ സഹാബി ഫലമ്മ അദ്ബർ, അദ്ദേഹം ഇത് കേട്ട് ആ ഉപദേശവുമായി കൊണ്ട് തിരിഞ്ഞു പോവുകയാണ്. അങ്ങനെ പോകുമ്പോ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൻ തമസ്സക ബിമാ ഉമിറ ബിഹി ദഖലൽ ജന്ന. ഇൻ തമസ്സക, അയാൾ ബിമാ ഉമിറ ബിഹി, ആ കൽപ്പിക്കപ്പെട്ട കാര്യങ്ങളൊക്കെ മുറുകെ പിടിച്ചുകൊണ്ട് ആ മനുഷ്യൻ മുന്നോട്ട് പോവുകയാണെങ്കിൽ ദഖലൽ ജന്ന, അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കും. അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കും. റവാഹു മുസ്ലിം റഹിമഹുല്ലാഹ്. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ദുനിയാവിൽ വെച്ച് തന്നെ നമുക്ക് പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യമാണിത്. പരലോകത്ത് വെച്ച് മാത്രമല്ല, ദുനിയാവിൽ വെച്ചും നമുക്കിതിന്റെ കൂലിയുണ്ട്. പരലോകത്ത് വേറെയും വലിയ പ്രതിഫലം അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വാചകമായിക്കൊണ്ട് ബൈഹഖിയിൽ കാണാം, മാ മിൻ ശൈഇൻ യുതീഉല്ലാഹ ഫീഹി ബിഅഅ്ജല സവാബൻ മിൻ സിലത്തിർ റഹിം. ഞാൻ അള്ളാഹുവിനെ അനുസരിക്കുന്ന കാര്യങ്ങളിൽ ഇവിടെ വെച്ച് തന്നെ എനിക്ക് പെട്ടെന്ന് കൂലി കിട്ടുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ് മിൻ സിലത്തിർ റഹിം, കുടുംബബന്ധം ചേർക്കൽ. കുടുംബബന്ധം ചേർക്കുന്നവന് അള്ളാഹു ഇവിടെ തന്നെ ബർക്കത്ത് കൊടുക്കുക. പരലോകത്തുള്ള സ്വർഗത്തിന്റെ പ്രതിഫലം എന്നതിന് പുറമെ ഇവിടെ വെച്ച് തന്നെ അള്ളാഹു അവന്റെ ഇങ്ങനെ ബർക്കത്തുകൾ ചൊരിഞ്ഞു കൊടുക്കും. അവന്റെ ആയുസ്സിൽ, അവൻ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ആയുസ്സിൽ അവൻ അള്ളാഹു ബർക്കത്ത് ചൊരിയുകയാണ്. അവന്റെ ജീവിതത്തിൽ, ഐഹിക വിഭവങ്ങളിൽ, അവന്റെ റിസ്ഖിൽ, അവന്റെ സമ്പത്തിലൊക്കെ അള്ളാഹു അത് കാരണമായി കൊണ്ട് പുരോഗതിയും ഐശ്വര്യവും ബർക്കത്തും അവന് വർദ്ധിപ്പിച്ചു കൊടുക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ സറഹു അൻ യുമദ്ദലഹു ഫീ ഉംരിഹി വയുവസ്സഅലഹു ഫീ റിസ്ഖിഹി വയുദ്ഫഅ അൻഹു മീതത്തു സ്സൂഇ ഫൽയത്തഖില്ലാഹ വൽയസിൽ റഹിമഹു. റവാഹു അഹ്മദ് റഹിമഹുല്ലാഹ്. എന്താ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? ആർക്കെങ്കിലും തന്റെ ആയുസ്സിൽ ബർക്കത്ത് ലഭിക്കപ്പെടണം എന്ന് ആരെങ്കിലും സന്തോഷിപ്പിക്കുന്നുവെങ്കിൽ, അതാർക്കെങ്കിലും ഉൾപ്പുളകമുണ്ടാക്കുന്നുവെങ്കിൽ, വയുവസ്സഅലഹു ഫീ റിസ്ഖിഹി, തനിക്ക് അല്ലാഹു നൽകിക്കൊണ്ടിരിക്കുന്ന റിസ്ഖിൽ കൂടുതൽ വിശാലതയും ബർക്കത്തും കിട്ടണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ, വയുദ്ഫഅ അൻഹു മീതത്തു സ്സൂഅ, ദുർമരണത്തിൽ നിന്ന് കാവൽ ലഭിക്കപ്പെടണം എന്നും ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ, മുസ്ലിമായ നിലക്ക്, മുഅ്മിനായ നിലക്ക് നല്ല ഒരു മരണമാണല്ലോ നമ്മുടെ പ്രതീക്ഷയും തേട്ടവും. അല്ലാഹു നമുക്കൊരു തൗഫീക്ക് നൽകുമാറാകട്ടെ. അതേ അവസരത്തിൽ ചീത്തയായ അന്ത്യം, വളരെ വൃത്തികെട്ട ഒരു മരണം, ദുർമരണം, അതിൽ നിന്ന് കാവൽ ലഭിക്കപ്പെടണം, പ്രതിരോധമുണ്ടാകണം എന്നും ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫൽയത്തഖില്ലാഹ്, അവൻ അല്ലാഹുവിനെ പേടിച്ച് സൂക്ഷിച്ചു ജീവിച്ചു കൊള്ളട്ടെ. വൽയസിൽ റഹിമഹു, തന്റെ കുടുംബ ബന്ധങ്ങളെ അവൻ ചേർത്ത് നിർത്തുകയും ചെയ്യട്ടെ. അപ്പൊ ഏതൊക്കെ കാര്യത്തിന് മാനദണ്ഡമായി കൊണ്ടത് പഠിപ്പിച്ചു, അത് നമ്മൾ വളരെ ഗൗരവമായി തന്നെ മനസ്സിലാക്കണം. ഇടയ്ക്കിടെ കുടുംബങ്ങളെ സന്ദർശിക്കുക, അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുക, അവർ ക്ഷണിച്ചാൽ ആ ക്ഷണം സ്വീകരിക്കുക, നന്മ ചെയ്യുക, അവർക്ക് വരാവുന്ന ഉപദ്രവങ്ങളെ തടുക്കാൻ നോക്കുക. രോഗിയായാൽ സന്ദർശിക്കുക, അവരുടെ സന്തോഷത്തിൽ പങ്കുചേരുക, അവർ ദുഃഖിതനാകുമ്പോൾ ആശ്വസിപ്പിക്കുക, ദുഃഖത്തിൽ പങ്കാളിയാവുക, അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് നീ നിർവഹിച്ചു കൊടുക്കുക, അവരിൽ നിന്നുണ്ടാകുന്ന പാകപ്പിഴവുകളെ നീ പുറത്തു കൊടുക്കുക, വിട്ടുവീഴ്ച ചെയ്യുക, അവർക്ക് വേണ്ടി നീ സമ്പത്ത് ചെലവഴിക്കുക. അവർക്കും അവകാശമുണ്ട് നിന്റെ സ്വത്തിൽ. ഖുർആൻ സൂറത്തുൽ ഇസ്രായിലെ 26-ാമത്തെ ആയത്തിലും പഠിപ്പിച്ചു, വആതി ദൽ ഖുർബാ ഹഖ്ഖഹു വൽ മിസ്കീന വബ്നസ് സബീൽ, നീ കൊടുക്കണം, അവകാശം കൊടുത്തു വീട്ടണം. ദൽ ഖുർബാ, അടുത്ത ബന്ധുക്കൾക്ക് അവരുടെ അവകാശം കൊടുത്തു വീട്ടണം. വൽ മിസ്കീന വബ്നസ് സബീൽ, അഗതികൾക്കും വഴിയാത്രക്കാർക്കും എന്നൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ കുടുംബത്തിനുണ്ട് നിന്നിൽ നിന്ന് കിട്ടേണ്ട ഹക്കുണ്ട്, അവകാശമുണ്ട്. അവർക്ക് ചെലവഴിക്കുമ്പോ വലിയ പുണ്യം നിനക്ക് കിട്ടാനുണ്ട്. തിർമിദി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അസ്സദഖത്തു വലൽ മിസ്കീനി സദഖ വഹിയ അലാ ദിർറഹിമി സിൻതാനി സദഖത്തുൻ വസിലത്തുൻ. അസ്സദഖത്തു വലൽ മിസ്കീൻ,
ഒരു നിർധനരായ മനുഷ്യന്, ഒരഗതിക്ക് നീ ധർമ്മം ചെയ്യുന്നത് ഒരു ധർമ്മത്തിന്റെ കൂലിയാണ് അതിനുള്ളത്. അതേ അവസരത്തിൽ വഹിയ അലാ ദിർ റഹിമി, നിന്റെ കുടുംബ ബന്ധത്തിലുള്ള ഒരഗതിക്ക് നീ ധർമ്മം ചെയ്യുമ്പോൾ സിൻതാനി, അതിന് 2 പ്രതിഫലം നിനക്ക് കിട്ടാനുണ്ട്. 2 കാര്യങ്ങൾ അതുകൊണ്ട് നേടാനുണ്ട്. ഒന്ന് സദഖയുമാണത്, വസിലത്തുൻ, ചേർക്കാൻ നിന്നോട് കൽപ്പിച്ച ഏറ്റവും പുണ്യപൂർണമായ കുടുംബബന്ധം ചേർക്കൽ കൂടിയാണത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമുക്കറിയാം. വിശുദ്ധ ഖുർആനിൽ ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾക്കേറെ ഇഷ്ടപ്പെട്ടതിൽ നിന്ന് നിങ്ങൾ ചെലവ് ചെയ്യുവോളം നിങ്ങളിൽ ഒരാളും പുണ്യം സമ്പാദിച്ചവനാവില്ലെന്ന ആയത്ത് കേട്ടപ്പോൾ അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു ഓടിച്ചെല്ലുകയാണ്. റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ചെന്നിട്ട് പറയുന്നു, പ്രവാചകരെ, ഇന്ന അഹബ്ബാം വാലി ഇലയ്യ ബൈറുഹാ, പ്രവാചകരെ, എന്റെ സമ്പത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബൈറുഹാ തോട്ടമാണ്. ഫഇന്നഹാ സദഖത്തുൻ ലില്ലാഹ്, അത് അല്ലാഹുവിന്റെ മാർഗത്തിൽ ഞാൻ ധർമ്മം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അർജു ബിർറഹാ വദുഖറഹാ ഇൻദല്ലാഹ്, അള്ളാന്റെ അടുക്കൽ അതൊരു നിക്ഷേപമായി, അതിന്റെ പുണ്യമായി കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രവാചകരെ, ഇനി താങ്കൾക്കാണ് അതിന്റെ കൈകാര്യാധികാരമുള്ളത്, നിങ്ങൾ ഉദ്ദേശിക്കുന്നിടത്തേക്ക് അത് ചെലവഴിച്ചുകൊള്ളുക എന്ന് പറഞ്ഞ് സമ്പൂർണ്ണമായി എന്നെ വിട്ടുകൊടുത്തപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, വല്ലാത്ത ലാഭകരമായ കച്ചവടമാണ് അബൂ തൽഹ നീ ചെയ്തിരിക്കുന്നത്. വലിയ ബിസിനസ്സാ നീ ചെയ്തത്, വമ്പിച്ച ബിസിനസ്സാ, ലാഭകരമായ ബിസിനസ്സാ ചെയ്തത്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, അബൂ തൽഹ, നീ പറഞ്ഞത് ഞാൻ കേട്ടു, എനിക്കല്ലേ നീ അതിൽ കൈകാര്യകർത്തൃത്വം അധികാരം തന്നിരിക്കുന്നത്. ഞാൻ പറയട്ടെ നിന്നോട്, ഞാൻ അഭിപ്രായപ്പെടുന്നത് നിന്റെ ഏറ്റവും അടുത്ത ബന്ധുക്കളിലേക്ക് നീ അത് ചെലവഴിക്കണമെന്നാണ്. അതാ എനിക്ക് പറയാനുള്ളത്. നിന്റെ കുടുംബങ്ങൾക്ക് കൊടുക്കരുത്, അത് നിന്റെ കുടുംബങ്ങൾക്ക് കൊടുക്കും. فقال അബൂ തൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അഫ്അലു യാ റസൂലല്ലാഹ്, അതേ പ്രവാചകരെ, ഞാൻ അങ്ങനെ ചെയ്യാം. ഫഖസമഹാ അബൂ തൽഹ റളിയല്ലാഹു അൻഹു ആ തോട്ടം അങ്ങനെ പലതായി കൊണ്ട് വീതിച്ചു കൊടുത്തു. ഫീ അഖാരിബിഹി വബനി അമ്മിഹി, തന്റെ അടുത്ത ബന്ധുക്കൾക്കും തന്റെ പിതൃസന്താനങ്ങളുടെ പിതാമഹന്മാരുടെ അതുപോലെ തന്നെ പിതൃവ്യന്മാരുടെ മക്കളിലേക്കുമൊക്കെ ആയിക്കൊണ്ട് ആ തോട്ടമാകുന്ന സമ്പത്തങ്ങ് ഓഹരി വെച്ചു കൊടുത്തു. അപ്പൊ കുടുംബത്തിലേക്ക് ചെലവഴിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞതാണ് നമ്മളിവിടെ കേട്ട് കഴിഞ്ഞത്. അപ്പൊ സഹോദരന്മാരെ, ഏറ്റവും കൂടുതൽ നിലനിർത്തേണ്ടുന്ന, ഏറ്റവും പ്രാധാന്യമറിയിക്കുന്ന അല്ലാഹു ഖുർആനിലൂടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തിരുമൊഴികളിലൂടെയും നമ്മോട് വളരെയേറെ പ്രോത്സാഹിപ്പിച്ച ഒരു കാര്യമാണ്. അത് അകാരണമായി മുറിച്ചു കളയാൻ പാടില്ല. അത് ചേർക്കുന്നതിലൂടെ വലിയ പുണ്യമാണ് നമുക്കുള്ളത്. അല്ലാഹു നമ്മുടെ ബന്ധങ്ങളെയൊക്കെ അന്വേഷിച്ചറിഞ്ഞ് അത് ചേർക്കുകയും നിലനിർത്തുകയും ചെയ്യുന്ന നല്ലവരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽഫായിസീന ബിറിദല്ലാഹ്. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവെ സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു. തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നൽകിയ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ബന്ധങ്ങൾ നിലനിർത്തുകയും അത് ഊഷ്മളമായി കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നതിന്റെ ഏറ്റവും വലിയ പ്രാധാന്യമാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചതായി അബൂദർ ഗഫാരി റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഔസാനി ഖലീലി, എന്റെ ഖലീലായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ഗൗരവത്തോടെ കുറെ കാര്യങ്ങൾ ഉപദേശിച്ച കൂട്ടത്തിൽ എന്നോട് ഔസാനി, എന്നോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തോടെ ഉപദേശിച്ചു, അന്നസില റഹിമീ വ ഇന്നദ്ബറത്, കുടുംബബന്ധങ്ങളെ ഞാൻ ചേർക്കണമെന്ന് അവർ പിന്തിരിഞ്ഞു പോയാലും. ഇത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ്. ഇന്ന് സമൂഹത്തിൽ എപ്പോഴും നാം ബന്ധം നിലനിർത്തും. എപ്പോ? ഇങ്ങോട്ടുണ്ടെങ്കിൽ അങ്ങോട്ടുണ്ട്, ഇങ്ങോട്ടുണ്ടെങ്കിൽ അങ്ങോട്ടുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അതിൽ വലിയ ത്യാഗമൊന്നുമില്ലാണ്. അതിൽ വലിയ ത്യാഗമൊന്നുമില്ല. ഏതിൽ? ലൈസൽ വാസിലു ബിൽ മുകാഫി, പകരത്തിന് പകരം ബന്ധം ചേർക്കൽ ഒരു ബന്ധം ചേർക്കലിന്റെ കൂട്ടത്തിൽ പെടുത്താനില്ല എന്നാ പറയുന്നത്.
അതെല്ലാവരും ചെയ്യും. അത് പ്രകൃതിയാണ്. ഇങ്ങോട്ട് കാര്യമുണ്ടെങ്കിൽ അങ്ങോട്ടും കാര്യമുണ്ട്, ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ അങ്ങോട്ടും പോകുന്നുണ്ട്, ഇങ്ങോട്ട് സഹായിക്കണമെങ്കിൽ അങ്ങോട്ടും സഹായിക്കുന്നുണ്ട്, ഇങ്ങോട്ട് അന്വേഷണം ഉണ്ടെങ്കിൽ അങ്ങോട്ടും അന്വേഷണം ഉണ്ട്. അത് പോരാ. മറിച്ച് എന്റെ ഖലീൽ എന്നോട് ഉപദേശിച്ചത് അന്നസില റഹിമി, ഞാൻ എന്റെ കുടുംബ ബന്ധങ്ങളെയൊക്കെ ചേർക്കണമെന്നാണ്. അവര് പിന്നോട്ട് പോയാലും അപ്പൊ ബന്ധം മുറിച്ചവരോട് നബിന് ഞാനും അങ്ങനെ തന്നെയാണ് എന്ന് പറയാൻ പാടില്ല. അതേത് ബന്ധവും അങ്ങനെ തന്നെ. ഇങ്ങോട്ട് ബന്ധങ്ങൾ മുറിച്ചാലും അങ്ങോട്ട് നമ്മളെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം, അങ്ങോട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കണം. ഇങ്ങോട്ട് ബന്ധങ്ങളൊന്നും കാണിക്കാതിരിക്കുമ്പോഴും അങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് ബന്ധങ്ങൾ സ്ഥാപിച്ചും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടും ഇരിക്കണം. നമുക്കതിന് കൂലിയുണ്ട്, നമുക്കതിന് പ്രതിഫലമുണ്ട്. എന്റെ വീട്ടിൽ വന്നില്ല, അങ്ങനെ ഞാൻ അങ്ങോട്ടുമില്ല. എന്റെ കല്യാണത്തിന് ജനിച്ചിട്ട് വന്നില്ലല്ലോ, ഇനി അങ്ങോട്ടും ഞാനില്ല. അങ്ങനെയല്ല. ഇബ്ലീസ് വേഗാലാ പറയാ, എന്താടാ നിനക്ക് കുറവ്, അല്ലെങ്കിൽ എന്താ നിനക്കൊരു കമ്മി, അല്ലെങ്കിൽ എന്താ നിനക്ക് അന്തസ്സില്ലേ, നിനക്ക് അഭിമാനമൊന്നുമില്ലേ? അവർക്ക് മാത്രമേ ഉള്ളൂ. എന്താ പിരി കഴിച്ചത് നമ്മളെ ഈ ഇബ്ലീസ്? അത് നരകത്തോളം കൊണ്ടുപോകും. വാശി ആവേശമൊക്കെ ഉണ്ടാക്കി. ഇസ്ലാം പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് ഒരു സഹാബി റസൂലുള്ളാഹിനോട് പറഞ്ഞു, പ്രവാചകരെ, എനിക്കൊരു കുടുംബ ബന്ധമുണ്ട്, ഞാൻ അങ്ങോട്ട് എത്ര ബന്ധം സ്ഥാപിച്ചാലും അയാൾ ഇങ്ങോട്ട് പരിഗണിക്കൂല, അയാളത് മൈൻഡ് ചെയ്യൂല, എന്നാലും ഞാൻ ഇങ്ങനെ അങ്ങോട്ട് ബന്ധം സ്ഥാപിച്ചുകൊണ്ടിരിക്കും. ഇനി ഞാൻ എന്താ വേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ അങ്ങോട്ട് ബന്ധം സ്ഥാപിച്ചുകൊണ്ടേയിരുന്നു, അയാൾ ഇങ്ങോട്ട് ബന്ധം മുറിച്ചുകൊണ്ടിരിക്കട്ടെ. അയാൾ ബന്ധം മുറിച്ചുകൊണ്ടിരിക്കെ തന്നെയും നീ അങ്ങോട്ട് ബന്ധം സ്ഥാപിക്കുമ്പോ നീ അയാളെ ചുടുവെണ്ണീർ തീറ്റിക്കുകയാണ്. വെണ്ണീർ എന്ന വായിലിട്ടാ നീറ്റലാണ്, ചൂടുള്ള വെണ്ണീറും കൂടി ആണെങ്കിലും അത്രയും കടുപ്പുള്ള പണി അപ്പൊ നീ ചെയ്യുന്നത് അയാളെ സംബന്ധിച്ചിടത്തോളം. എന്നാലും നീ അത് ഒഴിവാക്കരുത്. മാത്രല്ല, നിന്നോട് ബന്ധം വിച്ഛേദിച്ചവരോട് ഈ ബന്ധം ചേർക്കുമ്പോഴൊക്കെയും നിനക്ക് വേണ്ടി പ്രത്യേകം മലക്കുകളുടെ പ്രാർത്ഥനയുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് ഇസ്ലാം പറയുന്നത് മുറിച്ചവരോടും നീ ബന്ധം സ്ഥാപിക്കണം എന്നാണ്. മാത്രല്ല, ബന്ധം മുറിക്കുന്നതിന്റെ ഗൗരവം മാമിൻ ദംബിൻ അജ്ദറു അൻ യുഅജ്ജില അല്ലാഹു തആല ലിസാഹിബിഹി അൽഉഖൂബത ഫിദ്ദുനിയാ മഅ മാ യദ്ഖിറു ലഹു ഫിൽ ആഖിറ മിസ്ലുൽ ബഗി വഖതിഅത്തിർ റഹിം. റവാഹു അബൂ ദാവൂദ് റഹിമഹുല്ലാഹ്. തിന്മകളിൽ അല്ലാഹു ഇവിടെ വെച്ച് തന്നെ ശിക്ഷ കൊടുക്കുന്ന പല കുറ്റങ്ങളുണ്ട്. പരലോകത്തുള്ള ശിക്ഷയ്ക്ക് പുറമെ മിസ്ലുൽ ബഗി, ഒരാളോട് അതിക്രമം പ്രവർത്തിച്ചവനെ പടച്ചോൻ വിടുവിടൂല. പാവങ്ങളെ അതിക്രമം പ്രവർത്തിക്കുന്നവൻ ബഗി കാണിക്കുന്നവൻ ഇവിടുന്നും അനുഭവിക്കും. വഖതിഅത്തിർ റഹിം, കുടുംബബന്ധം മുറിക്കുന്നതിന് കൂലിയും ഇവിടുന്ന് കിട്ടും, ശിക്ഷയും ഇവിടുന്ന് കിട്ടും. കുടുംബബന്ധം ചേർത്താൽ കൂലി കിട്ടും പോലെ കുടുംബബന്ധം മുറിക്കുന്നവന് പരലോക ശിക്ഷയ്ക്ക് പുറമെ ഇവിടെയും ശിക്ഷയുണ്ട്. മാത്രല്ല, നമ്മുടെ ദുആ സ്വീകരിക്കാൻ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യം എന്താണ്? ഒരടിമ അള്ളാഹുവിനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ അള്ളാഹു ഉത്തരം കൊടുത്തുകൊണ്ടിരിക്കും. മാലം യദൂ ബിഇസ്മിൻ ഔ ഖതിഅതി റഹ്മിൻ, തെറ്റായ ഒരു കാര്യത്തിന് വേണ്ടി അവൻ പ്രാർത്ഥിക്കാത്തിടത്തോളം. അതുപോലെ കുടുംബബന്ധം മുറിച്ചു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുന്നിടത്തോളം. ഒരാൾ ബന്ധം മുറിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഇവന്റെ കൂടെ കൈയുണ്ട, ഇവനോട് എനിക്ക് ബന്ധം വേണ്ട, ഈ ബന്ധം ഒന്ന് വേഗം മുറിഞ്ഞു തരണേ അല്ലാഹ്, ആള് പ്രാർത്ഥിച്ചാലോ? ആളങ്ങനെ പ്രാർത്ഥിച്ചാലോ? ഉത്തരമില്ല. ധൃതി കൂട്ടുന്നവനും ഉത്തരമില്ല. 3 കൂട്ടർക്ക് ഉത്തരമില്ല. ധൃതിപ്പെടുന്നവന് ഉത്തരമില്ല, തിന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവന് ഉത്തരമില്ല, കുടുംബ ബന്ധം മുറിക്കാൻ വേണ്ടിയുള്ള കാര്യത്തിന് പ്രാർത്ഥിക്കുന്നവനും ഉത്തരമില്ല. രണ്ടും നമുക്ക് മനസ്സിലായി. തിരക്ക് കൂട്ടുന്നവന് ഉത്തരമില്ല എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താ? സഹാബത്ത് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെന്താണെന്നറിയോ? തിരക്ക് കൂട്ടല്. അവൻ പറയുന്നേ, ഖദ് ദഅഉതു ഫലം യസ്തജീബു ലീ, ഞാൻ എത്രയായി അള്ളാഹിനോട് 5 നേരവും സുബഹിക്കും എല്ലാം പ്രത്യേകിച്ചൊക്കെ അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നു, എത്ര പ്രാർത്ഥിച്ചിട്ടെന്താ ഒരു ഉത്തരവും എനിക്ക് കിട്ടുന്നില്ല. അങ്ങനെ പ്രാർത്ഥിച്ചോ മടുത്തിട്ട് പോയതോ ദുആയോട് അലർജി ആയിട്ടോ ദുആ ഒഴിവാക്കി കളയും. അങ്ങനത്തെ അള്ളാഹ് തിരിഞ്ഞു നോക്കൂല. അള്ളാഹിനോട് എത്രയും ചോദിക്കണം എന്നാ അള്ളാഹു തആല പറയുന്നത്. മനുഷ്യന്മാർക്ക് അങ്ങനെ നേരെ വെടുപ്പാം. ഞാൻ നിങ്ങളോട് ഒരു കാര്യം വന്ന് പറഞ്ഞു, രണ്ടാമത് പറഞ്ഞു, മൂന്നാമത് ഇന്നെ കാണുമ്പോൾ നിങ്ങൾ മാറും. എന്തോ പറയാനാ വരുന്നത്? അള്ളാഹ് അങ്ങനെയല്ല. 10 വട്ടം ചോദിച്ചാലും 11-ാം വട്ടം ചോദിക്കണം എന്നാ അള്ളാഹിന്റെ മനസ്സ്. അള്ളാഹ് അങ്ങനെ വീണ്ടും ചോദിക്കാനാ പറയുന്നത്. ധാരാളം ചോദിക്കൂന്ന. ഇമാം ബുഖാരി അദബുൽ മുഫ്രദ് എന്ന അവിടുത്തെ ഹദീസിന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയ ഒരൊറ്റ സംഭവം കൂടി പറയാം. ഇന്നഅമാല ബനീ ആദമ തുറദു അലല്ലാഹി തബാറക വ തആല അശിയത കുല്ലി ഖമീസിൻ ലൈലത്തുൽ ജുമുഅ ഫലാ യഖ്ബലു അമല ഖാതിഇ റഹിമിൻ. മനുഷ്യപുത്രന്മാരുടെ മുഴുവൻ അമലുകളും എല്ലാ വെള്ളിയാഴ്ച രാവുകളിലും, അതേ വ്യാഴം വൈകുന്നേരം വെള്ളിയാഴ്ച രാവുകളിൽ അള്ളാഹുവിന്റെ അടുക്കലേക്ക് പ്രദർശിപ്പിക്കപ്പെടുന്നുണ്ട്. അവന്റെ അമല് സ്വീകരിക്കൂല. ആരുടേത്? ഖാതിഇ റഹിമിൻ,
കുടുംബബന്ധം ചേർക്കുന്നവന്റെ അമൽ അവിടെ കബൂലാകാതെ തടഞ്ഞു വെക്കപ്പെടും. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അപ്പൊ സഹോദരങ്ങളെ, വളരെയേറെ പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ് കുടുംബബന്ധങ്ങൾ നിലനിർത്തുക എന്നതും. അത് നമുക്ക് എല്ലാം കൊണ്ടും രണ്ട് ലോകത്തും വലിയ പ്രാധാന്യമർഹിക്കുന്ന പുണ്യകരമായ സംഗതിയാണ്. അത് നിലനിർത്തുവാനും മുന്നോട്ട് കൊണ്ടുപോകുവാനും അറിയാനും അറിയിക്കാനും അത് പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെ നമ്മൾ സന്നദ്ധരാവണം. അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹുവിന്റെ കാവലും രക്ഷയും നമ്മിൽ എല്ലാ ഘട്ടത്തിലും അവൻ വർഷിച്ചുകൊണ്ടിരിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ, പ്രസവിക്കപ്പെട്ട ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ ഒരുപാട് ആളുകൾ ആസ്പത്രികളിലുണ്ട്, വീടുകളിലുണ്ട്, നമ്മുടെ കൂട്ടത്തിലുണ്ട്. പ്രയാസപ്പെടുന്നവരുണ്ട്, രോഗികളുണ്ട്, അപകടം പറ്റിയവരുണ്ട്, പലരുമുണ്ട്. അല്ലാഹുവേ, എല്ലാവരുടെയും വിഷമങ്ങളും പ്രയാസങ്ങളും നീ അറിയുന്നവനാണ്. പരിപൂർണമായി നീ ശിഫ നൽകണമേ, പരിപൂർണമായി നീ അനുഗ്രഹിക്കണമേ നാഥ. എല്ലാവിധത്തിലുള്ള അപകടങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും നീ ഞങ്ങളെയും അവരെയും എല്ലാവരെയും കാത്ത് രക്ഷിക്കണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, ഞങ്ങളുടെ മാതാപിതാക്കൾ, കുടുംബങ്ങൾ, ബന്ധുക്കൾ എല്ലാവരും, ഞങ്ങളുടെ ഗുരുനാഥന്മാർ എല്ലാവർക്കും അവരുടെ ഖബറുകളിൽ നീ സന്തോഷം പ്രദാനം ചെയ്യണമേ. ഞങ്ങളെയും അവരെയും നിന്റെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് ചേർക്കണമേ. അല്ലാഹുവേ, കുടുംബ ബന്ധങ്ങളെ അറിഞ്ഞ് അത് ചേർക്കുന്ന, സ്നേഹം നിലനിർത്തുന്ന നല്ലവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ. ബന്ധങ്ങൾ അറിയാതെ അത് വിച്ഛേദിച്ച് കളയുന്ന, അതിനെ സംബന്ധിച്ച് ശ്രദ്ധിക്കാത്ത ആളുകളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തരുത് നാഥാ. اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات وقاضي الحاجات. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اجرنا واجر والدينا من النار. اللهم سدد خطى حاكمنا يا ذا الجلال والاكرام. اللهم احفظ دولة الامارات من الفتن ما ظهر منها وما بطن وسائر بلاد العالمين. ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين آمنوا. ربنا إنك رؤوف رحيم. توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين.